പാർവതി പരമേശ്വരന്മാരുടെ വിവാഹം കഴിഞ്ഞ് വിവാഹാനന്തരം പരമേശ്വരൻ പത്നി സമേതം ഹിമവാന്റെ കൊട്ടാരത്തിൽ മധുവിധി ആസ്വദിച്ചുകൊണ്ട് കഴിഞ്ഞു പോകും. ലോകകാര്യങ്ങളെക്കുറിച്ച് യാതൊരുവിധ ചിന്തയും പരമേശ്വരന്റെ ഉള്ളിൽ അക്കാലത്തുണ്ടായിരുന്നില്ല. ദേവകൾ വിഷമിച്ചുപോയി. അവർ ഇന്ദ്രാദികളെ മുൻനിർത്തി പാർവതി മാതാവായ മേനയുടെ സഹായം അഭ്യർത്ഥിച്ചു. അല്ലയോ ഹിമവത് പത്നി, പരമശിവൻ പാർവതിയുമായി ജീവിതസുഖം ആസ്വദിക്കുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയില്ലാത്തതിനാൽ ലോകഗതി മാറി മറിഞ്ഞിരിക്കുന്നു. ഈ ഗതി തുടരുന്ന പക്ഷം അനർത്ഥങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അല്ലയോ മാതാവേ, ലോകരക്ഷ മുൻനിർത്തി അവിടുന്ന് പരമശിവനെ കൊട്ടാരത്തിൽ നിന്നും അകറ്റുക. കൈലാസത്തിൽ പോകുവാൻ അദ്ദേഹത്തെ പ്രേരിതനാക്കിയാലും ദേവകളെ ഗുണകരമായൊരു വസ്തുതയ്ക്കായി ഏത് ത്യാഗവും സഹിക്കുവാൻ മേന പ്രതിജ്ഞാബദ്ധയാണ്. നിങ്ങൾ മടങ്ങിപ്പോവുക. ശിവനെ കൈലാസത്തിലെത്തിക്കുന്ന ബാധ്യത ഞാൻ ഏറ്റെടുക്കുന്നു. മേന ദേവകളെ സമാധാനിപ്പിച്ചു. മേന പാർവതിയെ വിളിച്ചു പറഞ്ഞു തുടങ്ങി. പാർവതി, നീയും നിന്റെ ഭർത്താവ് പരമശിവനും ഇവിടെ വസിക്കുന്നത് എന്തിന്? വിവാഹിതയായ പെൺകുട്ടിയുടെ സ്ഥാനം ഭർത്തൃപ്രപാലത്തിലാണ്. നിന്റെ പതിക്ക് സ്വന്തം ഭവനമില്ലല്ലോ. അവനൊരു ഭിക്ഷാന്തേഹി എന്ന കാര്യം ഞാൻ മറന്നുപോകും. അതോ പത്നിഗ്രഹത്തിൽ സസുഖമെന്ന് വാഴാമെന്ന് നനച്ചു കഴിയുകയാണോ? അമ്മയുടെ പരിഹാസവാക്കുകൾ പാർവതിയെ ദുഃഖിതയാക്കി. ഈ സമയം മേനയുടെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന അന്തപുരവാസികൾ പറഞ്ഞ് ലോകം മുഴുവൻ ഇക്കാര്യം അറിഞ്ഞു. അപമാനത്താൽ പാർവതിക്ക് ശിരസ്സുയർത്തി നടക്കുവാൻ കഴിയാതെ വന്നു. പാർവതി പരമശിവനോട് ആവശ്യപ്പെട്ടു, നാഥ, ഈ വിധം അപമാനം സഹിച്ചുകൊണ്ട് വസിക്കുന്നതിൽ ഭേദം മരണമാണ്. നമുക്ക് ഈ അന്തപുരവും സുഖ സൗകര്യങ്ങളും ആവശ്യമില്ല. അർഹതയില്ലാത്ത ഇവിടുത്തെ ഐശ്വര്യം എനിക്കിപ്പോൾ വേദനയാണ് നൽകുന്നത്. പ്രിയ, നമുക്ക് ഭൂമിയിൽ എവിടെയെങ്കിലും ചെന്ന് താമസം തുടങ്ങും. അങ്ങനെ പാർവതിയുടെ നിർബന്ധപ്രകാരം കാശിയിൽ വാസമാക്കാമെന്ന് ശിവൻ വാക്ക് നൽകി. ഇക്കാലത്ത് ദിവാദാസൻ എന്നൊരു ചക്രവർത്തിയായിരുന്നു കാശി ഭരിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ കാശി ഐശ്വര്യ സമൃദ്ധമായിരുന്നു. ഇത് ജനങ്ങളെ അഹങ്കാരികളാക്കി തീർത്തു. ഈശ്വര ഭജനയ്ക്കോ ആരാധനയ്ക്കോ കാശിവാസികളും ജനങ്ങളെ രാജാവും അശേഷം തൽപരരായിരുന്നില്ല. വിഷമത്തിലും ആപത്തിലും മാത്രമാണല്ലോ ജനങ്ങൾ ഈശ്വരഭജനം നടത്തുന്നത്. അതിനാൽ ദിവോദാസന്റെ രാജ്യം നശിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ക്ഷാമം വിതയ്ക്കുവാൻ ശിവൻ തീരുമാനിച്ചു. ഭഗവാൻ കുംഭകൻ എന്ന മുനിയെ വിളിച്ച് ആജ്ഞാപിച്ചു, ഹേ മുനി, താങ്കൾ കാശിയിൽ പോവുക. അവിടുത്തെ രാജാവിനെയും രാജ്യത്തെയും ശപിച്ച് നശിപ്പിക്കുക. കുംഭകൻ പരമശിവന്റെ കൽപ്പ ശിരസാ വഹിച്ചുകൊണ്ട് യാത്രയായി. അന്ന് രാത്രിയിൽ കാശിവാസിയായ കർണകൻ എന്ന ക്ഷുരകൻ ഒരു സ്വപ്നം കണ്ടു. ആ ക്ഷുരകന്റെ സ്വപ്നത്തിൽ കുംഭകൻ പ്രത്യക്ഷനാവുകയും ശിവന്റെ ഇംഗിതങ്ങൾ അറിയിക്കുകയും ചെയ്തു. അടുത്ത പ്രഭാതത്തിൽ ഉറക്കമെഴുന്നേറ്റ ക്ഷുരകൻ അത് കണ്ടത് കുംഭനെയാണ്. അതോടെ തന്റെ സ്വപ്നദർശനം സത്യം തന്നെയാണെന്ന് അവൻ തീർച്ചയാക്കി. സ്വപ്നത്തിലുണ്ടായ അരുളപ്പാട് അനുസരിച്ച് ക്ഷുരകൻ കുംഭകനെ വസിക്കുവാൻ ഒരു ആശ്രമം പണിതു കൊടുത്തു. അജരേണ കുംഭകന്റെ വരവ് നാട്ടുകാർ അറിഞ്ഞു തുടങ്ങി. അദ്ദേഹത്തെ സന്ദർശിക്കുന്നവരുടെ ദുഃഖങ്ങൾ പരിഹരിക്കപ്പെടുന്നുവെന്ന കഥ പ്രചരിച്ചതോടെ ഏവരും കുംഭകന്റെ ദർശനത്തിനായി വന്നു തുടങ്ങി. ചാരന്മാർ വഴി ദിവോദാസനും വർത്തമാനങ്ങൾ മനസ്സിലാക്കി. ഇക്കാലത്ത് തന്നെ മതിച്ചുകൊണ്ടിരുന്ന ഒരു സ്വകാര്യ ദുഃഖത്തിന് ശമനം നൽകുവാൻ മുനിക്ക് സാധിച്ചേക്കുമെന്ന പ്രതീക്ഷ രാജാവിന്റെ ഉള്ളിൽ വളർന്നു വന്നു. അദ്ദേഹം തന്റെ പത്നിയായ സുയശസിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, പ്രിയേ, നമ്മുടെ ചിരകാല ദുഃഖത്തിന് ശമനമായിട്ടായിരിക്കും കുംഭകൻ എന്ന മുനി വാരണാസിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ അപുത്ര ദുഃഖ പരിഹാരത്തിനായി നീ അദ്ദേഹത്തെ അഭയം തേടുക. അതനുസരിച്ച് സുയശസ് കുംഭകന്റെ ആശ്രമത്തിൽ പോയി. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. കാലം കുറേയേറെ ചെന്നിട്ടും കുംഭകൻ രാജപത്നിയെ അനുഗ്രഹിച്ചില്ല. ഇക്കാലത്തിനിടയ്ക്ക് കുംഭകൻ മറ്റു പലരുടെയും ദുഃഖങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകുകയുണ്ടായി. ക്രമേണ കാത്തിരിപ്പ് നിഷ്ഫലമായെന്നതിനെ സംശയം ദിവാദാസനിൽ ഉടലെടുത്തു. ഒരു ദിനം രാജാവ് കുംഭകന്റെ ആശ്രമത്തിൽ പ്രവേശിച്ചട്ടഹസിച്ചു, ഹേ മഹർഷി, താങ്കൾ പക്ഷപാതരഹിതമായി പെരുമാറും. എൻ്റെ പത്നി കേവലം ദാസ്യവൃത്തി ചെയ്ത് ഇവിടെ വാസമാക്കിയിട്ടും താങ്കൾ അവളെ അനുഗ്രഹിച്ചില്ല. എന്നാൽ മറ്റു പലർക്കും അനുഗ്രഹങ്ങൾ വാരിക്കോരി ചുരുകയും ചെയ്യും. എൻ്റെ പത്നിയെ അനുഗ്രഹിക്കുവാൻ എന്താണ് താങ്കൾക്ക് മടി? ഉടനടി അവൾക്ക് വരം നൽകുക. അല്ലാത്ത പക്ഷം താങ്കൾക്ക് ലഭിക്കുന്നത് കാരാഗ്രഹവാസമായിരിക്കും. രാജശാസന കേട്ട കുംഭകൻ കുപിതനായി മാറി. ഹേ ദുഷ്ട, വരം നൽകണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. ആർക്ക് വരം നൽകണമെന്നും ഞാൻ തീരുമാനിക്കും. ബലപ്രയോഗത്താൽ വരങ്ങൾ നേടുവാൻ ശ്രമിച്ച രാജാവേ, താങ്കളുടെ ഈ രാജ്യം നശിച്ചു പോകട്ടെ, കുംഭകൻ ശപിച്ചു. ശാപപ്രകാരം കാശി രാജ്യത്തിന്റെ പ്രതാപം മങ്ങിത്തുടങ്ങി. കൃഷി നശിച്ചു. വ്യാപാരങ്ങൾ ഇല്ലാതെയായി. കടുത്ത വേനലും കൊടിയ മഴയും രാജ്യത്തെ പിടികൂടി. പട്ടിണി മരണം സാർവത്രികമായി. ജനങ്ങൾ ഭക്ഷണത്തിനും ജലത്തിനുമായി പരക്കം മാഞ്ഞു തുടങ്ങി. അവസാനം ഈശ്വര ഭജനം മാത്രമേ തങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം നൽകുന്നു എന്ന് കാശിവാസികൾക്ക് ബോധ്യമാണ്. ആ അവസരത്തിൽ പാർവതി പരമേശ്വരന്മാർ കാശിയിൽ വന്ന വാസമുറപ്പിച്ചു. ജനങ്ങൾ ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം തേടി. വർഷങ്ങൾ കഴിഞ്ഞതോടെ കാരുണ്യാമൂർത്തിയായ ഭഗവാന്റെ കടാക്ഷത്താൽ
കാശി സാധാരണ നിലയിലായി തുടങ്ങി. അപ്പോൾ പാർവതീദേവി ഭഗവാനെ നിർബന്ധിച്ചു തുടങ്ങി. ദേവ, നാം വാരണാസിയിൽ പാർപ്പ് തുടങ്ങിയിട്ട് നാളുകളേറെയായി. നമുക്കിനി ഇവിടം വിട്ട് കൈലാസത്തിലേക്ക് മടങ്ങാം. വാരണാസിയിലെ വാസം എനിക്ക് മടുത്തു തുടങ്ങിയിരിക്കും. ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് അരുളി ചെയ്തു. ദേവി, നമുക്ക് ഈ ദേശം വിട്ടുപോകുവാൻ സാധിക്കുന്നതല്ല. ഇവിടം അവിമുക്തമാണ്. അവിമുക്തമായ ദേശത്തു നിന്നും മറ്റെവിടെയെങ്കിലും സഞ്ചരിക്കാമെന്ന ചിന്ത നിഷ്ഫലമാണ്. പാർവതി കാശി പുണ്യസ്ഥലമാണ്. സർവ്വപാപങ്ങളും ഇവിടെ സന്ദർശിച്ചാൽ ഇല്ലാതെയാകുന്നതാണ്. പാർവതി അപരാധബോധത്താൽ മിഴികൾ താഴ്ത്തി. സാക്ഷാൽ പരമശിവൻ പോലും വിട്ടുപോകുവാൻ മടിക്കുന്ന വാരണാസി എന്നു മുതൽ അവിമുക്തം എന്ന പേരിലും അറിയപ്പെട്ടു തുടങ്ങി. അടുത്തത് ദേവീപീഠത്തിന്റെ ഉൽപ്പത്തിയാണ്. തുടരും.